ഏയ് ഞാൻ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നത്? എന്തിനാണ് നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ ഒരു നോട്ടം തരാൻ വേണ്ടി കാത്തിരിക്കുന്നത്? നിങ്ങൾ അത്രയും വർത്ത്ലെസ് ആണോ? അതോ നിങ്ങൾ അത്രയ്ക്ക് വിലയുള്ളൂ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ പലപ്പോഴും ഒരു കോള് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അല്ലേ? ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അല്ലേ? ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് നോക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർക്കായിട്ട്. പക്ഷേ അവരിൽ നിന്നും നിങ്ങൾക്ക് അവഗണന മാത്രമാണോ ലഭിക്കുന്നത്? നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത് സ്നേഹമല്ല, ഇത് ഭയമാണ്. ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സ് ശരിക്കും ശൂന്യമാണ്. കാരണം നിങ്ങൾ സ്വന്തം സന്തോഷം മറ്റൊരു വ്യക്തിയിൽ കണ്ടെത്തുന്നതിനോടൊപ്പം തന്നെ സ്വയം ആരാണെന്ന് പോലും നിങ്ങൾ മറന്നു പോകുന്നുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വേണ്ടേ? ഇനി ഞാൻ 3 കാര്യങ്ങൾ പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റും. സ്നേഹം നിങ്ങളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഒരു ചെടിക്ക് വെള്ളം കൊടുക്കുന്നത് പോലെ ആദ്യം നിങ്ങൾ തന്നെ നൂർച്ച് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ എത്രമാത്രം മൂല്യമുള്ളൊരു വ്യക്തിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഈ ലോകത്തിൽ നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. നിങ്ങൾ യുണീക്കാണ്. നിങ്ങളെ തന്നെ ബഹുമാനിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരും നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. സ്വയം സ്നേഹിക്കാതെ മറ്റൊരാളുടെ സ്നേഹം തേടിപ്പോയാൽ നിങ്ങൾക്ക് വേദന മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ജീവിതത്തിൽ. ഒരു ബന്ധത്തിൽ നിങ്ങൾ മാത്രമാണ് എല്ലാം ചെയ്യുന്നതെങ്കിൽ അതൊരു വൺ വേ സ്ട്രീറ്റ് ആണ്. നിങ്ങൾ നൽകുന്ന സ്നേഹം, എനർജി, ടൈം ഇതൊന്നും അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് പിന്നെ അവരുടെ പിന്നാലെ നടക്കുന്നത്? ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചൂടെ? അതുപോലെ തന്നെ നിങ്ങളുടെ സ്കില്ലുകൾ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. 3ാമത്തെ കാര്യം, നിങ്ങളെ വില മതിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ നഷ്ടമാക്കാതിരിക്കുക. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഡെസ്പറേറ്റ് ആണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർ നിങ്ങളെ അവഗണിക്കുന്നത്. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് പോലെ ശരിയായ ആളുകൾ നിങ്ങളിലേക്ക് തന്നെ വരും. അവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കും. അങ്ങനെ നമ്മുടെ മൂല്യം മനസ്സിലാകുന്നത് ആളുകൾ മതി എന്ന് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഇരയാകാതെ വേട്ടക്കാരനാകാൻ ശ്രമിക്കുക. നമ്മൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കുമ്പോൾ നിങ്ങൾ ഒരു ഇരയെപ്പോലെയാണ് പലപ്പോഴും. മറ്റുള്ളവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാൻ സാധിക്കും. എന്നാൽ സ്വയം നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴോ നിങ്ങൾ ഒരു വേട്ടക്കാരനെ പോലെ ശക്തനാകുന്നുണ്ട്. നിങ്ങളെ തന്നെ തേടുമ്പോൾ യഥാർത്ഥ സ്നേഹം നിങ്ങളെ തേടി വരും. കാരണം ശരിയായ ആളുകൾക്ക് വേണ്ടത് കൂടെ വേട്ടയാടാൻ കഴിയുന്ന ഒരു പങ്കാളിയെയാണ്, അല്ലാതെ ഒരു ഇരയെയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം ഇനിയൊരു പുതിയ തുടക്കമാവട്ടെ എന്ന്. അതുകൊണ്ട് തന്നെ ഇനി ഒരടി പിന്നോട്ട് പോവുക. ആ ഫോണൊന്ന് താഴെ വെക്കുക. നിങ്ങളുടെ ഒരു മെസ്സേജ് അയച്ചില്ലെങ്കിൽ ലോകം അവസാനിക്കാൻ പോകുന്നില്ല. ഒരു കോൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ മൂല്യം ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇനി സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത് ഒരിക്കലും. നിങ്ങളുടെ വില മനസ്സിലാക്കുക. അപ്പോൾ ആ സ്നേഹം നിങ്ങളെ തേടി വരും. അതൊരു സമ്മാനം പോലെയായിരിക്കും. നിങ്ങൾ അതിന് അർഹനായി തീരുക തന്നെ ചെയ്യും. പുതിയൊരു നാളേക്കായി, പുതിയ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രകൾക്കായി നമുക്ക് തുടക്കം കുറിക്കാം. ആൾ ദി ബെസ്റ്റ്.